Hello everyone, welcome back to our YouTube channel. It's me Hannah. ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ഇന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇന്ന് നമ്മൾ ഈ പിക്ചർ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇതിലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി ഇംഗ്ലീഷിൽ പറയാൻ പോവുകയാണ്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. സോ ലെറ്റ്സ് ഒബ്സർവ്. How many people are there in this picture? There are 4 people in this picture. എത്ര പേരുണ്ട് ഈ പിക്ചറിൽ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? നമ്മളുടെ ചോദ്യം എത്ര ആൾക്കാരുണ്ട് എന്നാണ്. There are 4 people in this picture. there are 4 people in this picture. Okay, ഇനി ഇവരാരൊക്കെയാണ്? Who are they? They are a family, a father, a mother, and 2 kids. Okay, who are they? അവരാരാണ്? They are a family, a father, a mother, and 2 kids. Now, let's observe the father. ഇനി നമുക്ക് ഫാദറിനെ നിരീക്ഷിക്കാം. എന്താണ് ഇവിടെ ഫാദർ ചെയ്യുന്നത്? The father is kneeling down to hug his son. Yes, the father is kneeling down. മുട്ടുകുത്തി നിൽക്കുകയാണ്. എന്തിന്? To hug his son. മകനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ the father is kneeling down to hug his son. ഇനി ഫാദറിന്റെ കയ്യിൽ നോക്ക്. എന്താണ് ഫാദറിന്റെ കയ്യിലുള്ളത്? There's a black briefcase in his hand. Yes, there is a black briefcase. കറുത്ത നിറത്തിലുള്ള ഒരു ബ്രീഫ് കേസ് ആണുള്ളത്. There is a black briefcase in his hand. Okay, ഇനി എന്താണ് ഫാദർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്? He is wearing a brown suit. He is wearing a brown suit. What is he wearing? He is wearing a brown suit. Yes. അപ്പോൾ ആ ഫാദറിന്റെ ലുക്ക് കണ്ടിട്ട് ആള് ജോലി കഴിഞ്ഞ് ജസ്റ്റ് വരുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ? ആള് ജോലി കഴിഞ്ഞ് ജസ്റ്റ് വരുന്ന പോലെയാണ് തോന്നുന്നത് എന്നെങ്ങനെ പറയും? I think he is just back from work. I think he is just back from work. Repeat. I think he is just back from work. Okay, so he is wearing a brown suit. I think he is just back from work. നമ്മളുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ അവിടെ പറയാണ്. ഓക്കെ, ഇനി എന്താണ് ഫാദറിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് തോന്നുന്നത്? ആള് ഹാപ്പി ആണോ? He seems to be happy. ഫാദർ ഹാപ്പി ആണെന്ന് തോന്നുന്നു അല്ലേ? ഹി സീംസ് ടു ബി ഹാപ്പി. ഐ തിങ്ക് ഹീസ് ഹാപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ ഹി സീംസ് ടു ബി ഹാപ്പി. ആള് ഹാപ്പി ആണെന്ന് തോന്നുന്നു. ഹി സീംസ് ടു ബി ഹാപ്പി. നൗ ലെറ്റ്സ് ഒബ്സർവ് ദ ബോയ്. ഇനി നമുക്ക് ആ ആൺകുട്ടീനെ നിരീക്ഷിക്കാം. ഓക്കെ, വാട്ട് ഈസ് ഹി ഡൂയിങ്? The boy is hugging his father tightly. മുറുക്ക കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ? ദ ബോയ് ഇസ് hugging his father tightly. Repeat. The boy is hugging his father tightly. Okay, അവനെ കണ്ടിട്ട് ഏകദേശം എത്ര വയസ്സ് പറയും? He is about 5 years old. ഓക്കെ, അവനെ കണ്ടാൽ ഏകദേശം ഒരു 5 വയസ്സ് പ്രായം പറയും. ഹി ഈസ് അബൌട്ട് 5 years old. ഓക്കെ, ഇനി ആളുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആളുടെ ഇമോഷൻ എന്താണ്? He seems to be happy and excited. ഓക്കെ, the boy or he seems to be happy and excited. He seems to be happy and excited. ആള് ഹാപ്പിയും എക്സൈറ്റഡും ആണെന്ന് തോന്നുന്നു അല്ലേ? Yes. Now, repeat the sentences. The boy is hugging his father tightly. He is about 5 years old. He seems to be happy and excited. Now, it's time to observe the girl. ഇനി പെൺകുട്ടീനെ നിരീക്ഷിക്കാൻ സമയമായി. ഓക്കെ, ഒബ്സർവ് ദ ഗേൾ വെൽ. നല്ല പോലെ ആ പെൺകുട്ടീനെ ഒന്ന് നിരീക്ഷിക്കൂ. ദ ഗേൾ ഇസ് റണ്ണിങ് ടുവേർഡ്സ് ഹർ ഫാദർ അല്ലേ? ആ കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എങ്ങനെ പറയും? The girl is running towards her father. അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ ടുവേർഡ്സ്. ദ ഗേൾ ഇസ് റണ്ണിങ് ടുവേർഡ്സ് ഹർ ഫാദർ. ഓക്കെ, ഇനി ആ പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര വയസ്സ് പറയും? She is about 6 or 7 years old. ഏകദേശം 6-7 വയസ്സ് പ്രായം പറയും അല്ലേ? ഷീ ഈസ് അബൌട്ട് 6 or 7 years old. Repeat. She is about 6 or 7 years old. Okay, what is she wearing? എന്താണ് ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്നത്? She is wearing a blue frock with white frills. Yes, she is wearing a blue frock. ഒരു നീല നിറത്തിലുള്ള ഉടുപ്പിട്ടിരിക്കുകയാണ് അല്ലേ? With white frills. വെള്ള ഫ്രില്ലുകളുള്ള നീല നിറത്തിലുള്ള ഉടുപ്പ്. She is wearing a blue frock with white frills. Repeat the sentence. She is wearing a blue frock with white frills. Okay, now let's talk about her hair. ഇനി ആ കുട്ടിയുടെ മുടിയെ കുറിച്ച് നമുക്ക് പറയാം. Okay, tell me about her hair. She has brown short hair.
അവൾക്ക് ബ്രൗൺ കളറ് ചെറിയ മുടിയാണുള്ളത് അല്ലേ, നീളം കുറഞ്ഞ മുടി. അപ്പോൾ എങ്ങനെ പറയും? She has brown short hair. She has brown short hair. Now let me ask you, are there any pets in the scene? ഈ സീനിൽ വല്ല പെറ്റ്സ് ഉണ്ടോ? Yes, there's a dog running down the steps. യെസ്, ഒരു ഡോഗിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഡോഗ് എന്താണ് ചെയ്യുന്നത്? സ്റ്റെപ്പിൻ്റെ താഴേക്ക് ഓടി വരികയാണ് അല്ലേ, സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരികയാണ്. അപ്പോൾ എങ്ങനെ പറയും? യെസ്, ദർ ഇസ് എ ഡോഗ് Running down the steps. running down the steps. Yes, there is a dog running down the steps. Okay. ഇനി എന്താണ് ആ ഡോഗിൻ്റെ ഇമോഷൻ? It seems very happy. ഇറ്റ് സീംസ് വെരി ഹാപ്പി. ഡോഗ് ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു അല്ലേ കണ്ടിട്ട്? ഓക്കെ, ഇനി അതെന്താണ് ചെയ്യുന്നത്? It's wagging the tail and barking out of joy. യെസ്, അത് വാലാട്ടുന്നുണ്ട്. ഇറ്റ്സ് വാഗിങ് ദ ടെയിൽ. നായ വാലാട്ടുന്നതിന് എന്തെന്നാ പറയാ? ഇറ്റ്സ് വാഗിങ് ദ ടെയിൽ ആൻഡ് ബാർക്കിംഗ് ഔട്ട് ഓഫ് ജോയ്. അത് സന്തോഷം കൊണ്ട് കുരയ്ക്കുന്നുമുണ്ട്. ആൻഡ് ഇറ്റ്സ് ബാർക്കിംഗ് ഔട്ട് ഓഫ് ജോയ്. ഇനി ആ നായയുടെ കളർ ഏതാണ്? It's white and brown in color. അത് വെള്ള നിറത്തിലും ബ്രൗൺ നിറത്തിലുമാണ് അല്ലേ? ഇറ്റ്സ് വൈറ്റ് ആൻഡ് ബ്രൗൺ ഇൻ കളർ. വെള്ളയും അതുപോലെ തന്നെ കാപ്പിയും നിറത്തിലാണ് അല്ലേ ഡോഗ്? ഇറ്റ്സ് വൈറ്റ് ആൻഡ് ബ്രൗൺ ഇൻ കളർ. റിപ്പീറ്റ്. It's white and brown in color. ഓക്കെ, നൗ ലെറ്റ്സ് ഒബ്സർവ് ദ മദർ. ഇനി നമുക്ക് അമ്മയെ നിരീക്ഷിക്കാം. വേർ ഇസ് ദ മദർ ഇൻ ദ പിക്ചർ? On the left side of the picture, യെസ്, ദ മദർ ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിക്ചർ. അപ്പോൾ എങ്ങനെ പറയും? നമുക്ക് എവിടെ അമ്മേനെ കാണാൻ പറ്റും? ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിക്ചർ വി ക്യാൻ സീ ദ മദർ. ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിക്ചർ വി ക്യാൻ സീ ദ മദർ. ഓക്കെ, ഇനി അമ്മ വീടിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? she is standing in the doorway of the house. അതായത് വീടിൻ്റെ വാതിലിൻ്റെ വഴിയിലാണ് നിൽക്കുന്നത് അല്ലേ? ഷീ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ ഡോർവേ ഓഫ് ദ ഹൗസ്. റിപ്പീറ്റ്. She is standing in the doorway of the house. ഓക്കെ, ഇനി എന്താണ് അമ്മ ധരിച്ചിരിക്കുന്നത് വസ്ത്രം? She is wearing a yellow dress. യെസ്, ഷീ ഈസ് വെയറിങ് എ യെല്ലോ ഡ്രസ്. ഒരു മഞ്ഞ നിറത്തിലുള്ള ഉടുപ്പാണ് അമ്മ ഇട്ടിരിക്കുന്നത്. ഷീ ഈസ് വെയറിങ് എ യെല്ലോ ഡ്രസ്. ഇനി ഡ്രസ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം. ഓക്കെ, ഡ്രസ്സിൽ നമുക്ക് കാണാൻ പറ്റും അമ്മയുടെ അരക്കെട്ടിൽ ഒരു ഏപ്രൺ ഉണ്ട്. എന്താണ് ഏപ്രൺ? നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ മേത്ത് അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഏപ്രൺ. വാട്ട് ഇസ് ഇറ്റ്? Apron. 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 So, mother is wearing a yellow dress with a white apron around her waist. അരക്കെട്ടിൻ്റെ ചുറ്റും ഒരു വൈറ്റ് ഏപ്രൺ കാണാമല്ലേ നമുക്ക്? ഓക്കെ, അപ്പോൾ ഷീ ഈസ് വെയറിങ് എ യെല്ലോ ഡ്രസ് വിത്ത് എ വൈറ്റ് ഏപ്രൺ അറൗണ്ട് ഹർ വേസ്റ്റ്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഏപ്രൺ ഒക്കെ ഇട്ട് അമ്മ നിൽക്കണമെന്നുണ്ടെങ്കിൽ അമ്മ വീടിനകത്ത് ജോലി ചെയ്യായിരുന്നിരിക്കും അല്ലേ? അപ്പം എങ്ങനെ പറയും നമ്മൾ? It shows that she might have been working inside the house. യെസ്, ഇറ്റ് ഷോസ് ദാറ്റ് ഷീ മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ് ഇൻസൈഡ് ദ ഹൗസ്. അമ്മ എന്ത് നോക്കിയിട്ടാണ് നിൽക്കുന്നത്? She is watching her children run to their father. അമ്മ മക്കള് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് നോക്കി നിൽക്കുകയാണ് അല്ലേ? ഷീ ഈസ് വാച്ചിങ് ഹർ ചിൽഡ്രൻ റൺ ടു ദെയർ ഫാദർ. ഷീ ഈസ് വാച്ചിങ് ഹർ ചിൽഡ്രൻ റൺ ടു ദെയർ ഫാദർ. റിപ്പീറ്റ്. She is watching her children run to their father. ഷീ ഈസ് വാച്ചിങ് ഹർ ചിൽഡ്രൻ റൺ ടു ദെയർ ഫാദർ. ഇനി നമുക്ക് ഈ വീടിനെ കുറിച്ച് പറയാം. ഈ വീട് ഒരു സിമ്പിൾ ആയിട്ടുള്ള വീടാണെന്ന് തോന്നുന്നു അല്ലേ? ദ ഹൗസ് ലുക്സ് വെരി സിമ്പിൾ. പറയേ. The house looks very simple. ദ ഹൗസ് ലുക്സ് വെരി സിമ്പിൾ. സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ്. ഓക്കെ, ഇനി ദ ഫ്രണ്ട് ഡോർ ആൻഡ് വിൻഡോസ് ആർ ബ്ലൂ ഇൻ കളർ. ഫ്രണ്ടിൽ കാണുന്ന വാതിലും അതുപോലെ തന്നെ ജനലുകളും നീല നിറത്തിലാണുള്ളത്. അതെങ്ങനെ പറയും? The front door and the windows are blue in color. യെസ്, ദ ഫ്രണ്ട് ഡോർ ആൻഡ് വിൻഡോസ് ആർ ബ്ലൂ ഇൻ കളർ. ഓക്കെ, ഇനി ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മുറ്റത്ത് വലിയൊരു മരവും നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെ പറയും? There are many plants and a big tree in the yard. There are many plants. ഒരുപാട് ചെടികളുണ്ട്. അതുപോലെ തന്നെ a big tree. വലിയൊരു മരം ഉണ്ട് എവിടെ? മുറ്റത്ത്. യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറ്റം. അപ്പോൾ എങ്ങനെ പറയും? There are many plants and a big tree in the yard. ഓക്കെ,
ഇനി മുറ്റമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ? നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെ പറയും? The yard is well maintained. ദ യാർഡ് ഇസ് വെൽ മെയിൻറ്റെയിൻഡ്. മുറ്റമൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് അവർ. ദ യാർഡ് ഇസ് വെൽ മെയിൻറ്റെയിൻഡ്. ഇനി മൊത്തത്തിൽ ആ ചുറ്റുപാടൊക്കെ എങ്ങനെയുണ്ട്? Now, talking about the ambience, it's overall pretty. യെസ്, മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഇറ്റ്സ് ഓവറോൾ പ്രെറ്റി. നൗ ടോക്കിംഗ് അബൌട്ട് ദ ആംബിയൻസ്, മൊത്തത്തിലുള്ള ചുറ്റുപാടിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഓവറോൾ മൊത്തത്തിൽ അതെന്താണ്? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇറ്റ്സ് ഓവറോൾ പ്രെറ്റി. ഇറ്റ്സ് ഓവറോൾ Pretty. പ്രെറ്റി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, Share ya. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതെങ്കിലാണ് നെക്സ്റ്റ് ടൈം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ സംസാരിക്കാൻ നിങ്ങളുടെ കൂടെ പാർട്ട്ണർ ഇല്ല, നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള വിഷമമുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ടു ലേൺ ഇംഗ്ലീഷ് അലോൺ അറ്റ് ഹോം. നിങ്ങൾ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക. എന്നും ഒരു 10 മിനിറ്റെങ്കിലും ഓരോ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒരുപാട് നിങ്ങൾക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ കിട്ടും. പിൻട്രസ്റ്റിൽ പോയിട്ട് സെർച്ച് ബാറിൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്നൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പിക്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരും മടിക്കരുത്. മടി വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കലുണ്ടാവില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.